ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ചീസ് പറാട്ടയാണ്. ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്, പക്ഷേ നമ്മൾക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ചീസും അതുപോലെ അഡീഷണലായിട്ട് ഒരു ഫില്ലിംഗ് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ മൈദ ഉപയോഗിച്ചത് ഒഴിവാക്കിയാൽ മതി, അതിന് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ ചീസ് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബേസ് ഒരു മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ പാത്രത്തിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ മൈദയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരില്ല. നമ്മളിപ്പം മൈദ ഹെൽത്തിന് മോശമെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് വരണമെങ്കിൽ മൈദ തന്നെ യൂസ് ചെയ്യണം. ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നിച്ച് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ. നമ്മൾ 1.5 കപ്പിന് 1/2 കപ്പാണ് ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ നമ്മൾക്ക് പരത്തിയെടുക്കുമ്പോഴും അത് ഉണ്ടാക്കുമ്പോഴെല്ലാം അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒന്നിച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഫസ്റ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒന്നിച്ച് ഒഴിക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് മാത്രം കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ കുഴക്കുമ്പോൾ കയ്യിൽ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ 2-3 പ്രാവശ്യം കയ്യെല്ലാം വാഷ് ചെയ്തിട്ട് പിന്നെയും ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കാരണം നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ മൂടി വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായി ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ട് ഇത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഞാനിത് വീണ്ടും നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീസും എടുത്തിട്ടുണ്ട്. ചീസ് ഞാനിതിപ്പോൾ 2 വിധത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് സ്ലൈസാണ്. സ്ലൈസ് ഇതുപോലെ കിട്ടുന്നില്ലേ, സ്ലൈസായിട്ട് അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇതുപോലെ ചീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ സ്ലൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഞാൻ ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു ഫില്ലിങ്ങും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പനീർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പനീർ ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം. അത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. അതില്ല വെജിറ്റബിൾസ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങിലൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇഷ്ടമുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യുക. ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ പനീറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചില്ലി ഫ്ലേക്സ് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒന്നിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇറ്റാലിയൻ ഹെർബ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഗാനോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്ത മിക്സ് അതുപോലെയെല്ലാം വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ, അത് യൂസ് ചെയ്യാം. ഞാനിവിടെ പാസ്ത മിക്സാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് ഗാർലിക് പൗഡർ കൂടെ കുറച്ച്, വളരെ കുറച്ച്. ഇത് നമ്മൾ ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇന്ന ഫ്ലേവർ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയും മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒന്നിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ മല്ലിയിലയൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമ്മളിവിടെ മാവ് എടുത്ത് വെച്ചത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അതിനുശേഷം അത് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ലൈറ്റായിട്ടൊന്ന് മാവ് ഇതുപോലെ തൂക്കി കൊടുക്കണം. ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെയും കുറച്ച് ലൈറ്റായിട്ട് ഇതുപോലെ മൈദയൊന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കാം. നമ്മളിത് നേർത്ത ഷീറ്റ് പോലെ തന്നെ പരത്തിയെടുക്കണം. വളരെ നേർത്തതായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കട്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗം ഒരുമാതിരി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നേർത്ത ഇതെല്ലാം തന്നെ പരത്തിയെടുത്ത്. നമ്മൾ മൈദപ്പൊടിയെല്ലാം ആകുമ്പോൾ നല്ല നേർത്തതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്കൊരു സ്ലൈസ് വെച്ച് കൊടുക്കണം.
നമ്മളിപ്പം ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഫില്ലിങ് റെഡിയാക്കിയില്ലേ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അളവിൽ വെച്ച് കൊടുത്താൽ മതി. ചീസിൻ്റെ മേലെ തന്നെ ആവണമെന്നൊന്നുമില്ല, കുറച്ച് സൈഡിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേലെ വീണ്ടും ഒരു ചീസ് ഇതുപോലെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടേക്ക് ഒരു സ്ലൈസ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ 2 സ്ലൈസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതുപോലെ ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത ഭാഗമില്ല, ഈ വശം, ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു വശം അതും ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഒന്നുകൂടെ ലൈറ്റായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. കൂടുതൽ വേണ്ട, ലൈറ്റായിട്ട് മതി. ഒന്ന് പ്രസ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാണ്ട് തന്നെ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ചീസും ഇതുപോലെ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഇത് വേണ്ടത്. ഇതിപ്പോൾ ഇതിൽ ഫില്ലിങ് നിറയെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കുറച്ച് തടിപ്പില്ലതുപോലെ തോന്നുന്നത്. ഇനി ചീസെല്ലാം ഒന്ന് മെൽറ്റാകുമ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ആയിക്കിട്ടും. ഞാനിവിടെ പരത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് ചുട്ടെടുക്കാൻ. പെട്ടെന്ന് തന്നെ അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നില്ല, ആ ഭാഗം വെന്ത് കിട്ടൂല. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പം ഞാനിതിപ്പോൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി. ഇതൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കും. അതിനുശേഷം ഇതിൻ്റെ മേലെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇഷ്ടമില്ലാതെ നമ്മൾക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഇഷ്ടമില്ലെങ്കിൽ ഓയിലോ ഇങ്ങനെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതാ കൂടുതൽ ടേസ്റ്റ്. നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നെയ്യും ബട്ടറും ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ മറിച്ചിടാം. അപ്പം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് ഈ വശത്ത് കൂടെ കുറച്ചുകൂടെ നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. ഇല്ല നെയ്യൊന്നും വേണ്ട, ഓയിലൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതും ചേർക്കാണ്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതെടുക്കാം, ഒന്നുകൂടെ മറിച്ചിട്ടിട്ടെടുക്കാം. അപ്പോൾ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിതിൽ ചീസൊക്കെ ചേർത്തതല്ലേ, എത്രത്തോളം നന്നായിട്ട് വന്നെന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ഒരു പിസ്സ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഇല്ല, നോർമൽ കത്തി ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നല്ല ചീസെല്ലാം നല്ല മെൽട്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.